2026 ഓഗസ്റ്റ് മാസം 9 മുതൽക്ക് 15 വരെയുള്ള ഒരാഴ്ച, 9-ാം തീയതി ഞായറാഴ്ച മുതൽക്ക് 15-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശികളുടെയും സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. നമുക്കാദ്യം മേടം രാശി, മേടമാണ് ആദ്യത്തെ രാശി. മേടം രാശിയുടെ, അതായത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ 1-ാം പാദവും ഈ നക്ഷത്രങ്ങൾ വരുന്നതായിട്ടുള്ള മേടം രാശിയുടെ ഫലങ്ങളിലേക്ക് ഒരു അവലോകനം നടത്താം. ജോലി അഥവാ തൊഴിൽ, ബിസിനസ്സോ എന്താണെങ്കിലും അത് സംബന്ധിച്ച് പറഞ്ഞാൽ 4-ാം ഭാവത്തിൽ ഗുരുവും സൂര്യനും ബുധനും സംയോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കൂടുന്നതായിട്ട് കാണാം. മറ്റേ ഓഫീസോ സ്ഥാപനമോ ഇങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് മാറിയിട്ട്, അഥവാ ജോലിയുടെ വ്യത്യാസങ്ങളോ ചുമതലകളോ ഒക്കെ കുറച്ചൊന്ന് മാറുന്നതായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില പദ്ധതികളൊക്കെ പൂർത്തീകരിച്ചിട്ട് അവിടെ നിന്ന് മാറി മറ്റൊരു ചുമതല ഏൽക്കുക, അങ്ങനെയൊക്കെയുള്ളതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ അംഗീകാരം നേടാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടത്, ചൊവ്വ 3-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില സംഘർഷങ്ങളൊക്കെ സഹപ്രവർത്തകന്മാരുമായിട്ടോ വാക്കിൽ വരുന്ന സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാർക്കറ്റിംഗ്, അതുപോലെ ഓൺലൈൻ ബിസിനസ്സുകൾ ഇതൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ഈ കാലം വളരെ നല്ലതാണ്. പുതിയ ശാഖകൾ തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ ആസൂത്രണങ്ങൾ നടത്താനും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. ധനപരമായിട്ട് കുറച്ച് ചിലവുകൾ കൂടുതലുണ്ടാകാം. വീട്, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് കൂടുതൽ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോണും മറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബാങ്ക് ചില വായ്പകളോ വീടിന് വേണ്ടിയിട്ട് ഹൗസിംഗ് ലോൺ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അത് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മാനസികമായിട്ടുണ്ടായിരുന്ന സമ്മർദ്ദം കുറച്ചൊന്ന് കുറയാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചില രോഗങ്ങൾ, അതായത് കഴുത്ത്, തോള് മുതലായിട്ടുള്ള, അതുപോലെ പിൻഭാഗം, ഇതൊക്കെ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വേദന മുതലായിട്ടുള്ളവ ഉണ്ടാകാം. അതങ്ങനെയുള്ളവർക്കത് കുറച്ചൊന്ന് കൂടാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും. എല്ലാ തരത്തിലുള്ള ശുഭകാര്യങ്ങളുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായി ഒന്നിച്ചിരുന്ന് യോജിച്ച് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. മേടം രാശിക്കാർക്കൊരു പരിഹാരമായിട്ട് ഹനുമാനെ സേവിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക, അതുപോലെ തന്നെ ചൊവ്വ അഥവാ സുബ്രഹ്മണ്യനെ ഭജിക്കുക, ഇതൊക്കെയും അങ്ങനെയുള്ള മന്ത്രങ്ങൾ ചൊല്ലുകയോ ക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ നല്ലതാണ്. അതുപോലെ ചുമന്ന പരിപ്പ് ദാനം ചെയ്യുക, ശർക്കര ദാനം ചെയ്യുക, ഇതൊക്കെയും നല്ല കാര്യങ്ങളാണ്.